മോദി ഗവൺമെൻറ്റിനോടുള്ള നയ സമീപനങ്ങളിൽ അതിൽ ജനവിരുദ്ധതയ്ക്കെതിരായും രാജ്യ താൽപ്പര്യ വിരുദ്ധമായ നിലപാടുകൾക്കെതിരായും CPM സ്വീകരിച്ചു പോന്നിരുന്ന നയപരിപാടികളിൽ ഒരു മയപ്പെടുത്തലും ഉണ്ടാവില്ല എന്നത് ഉറപ്പാണ്. അത് സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിലുള്ള വ്യക്തതയുള്ള നിലപാടുണ്ട്. സംഘപരിവാർ പിന്നിൽ നിന്ന് നിയന്ത്രിക്കുന്ന BJPയോട് എല്ലാ സന്ദർഭത്തിലും ഒരു തരം ഒത്തുതീർപ്പിനും തയ്യാറാവാതെ അതിൻ്റെ സാമ്പത്തിക നയങ്ങളെയും തീവ്ര ഹിന്ദുത്വ നിലപാടുകളെയും ന്യൂനപക്ഷ വിരുദ്ധതയെയും എല്ലാം എല്ലായ്പ്പോഴും എതിർത്തു പോന്നിട്ടുള്ള അക്കാര്യത്തിൽ ഒരിക്കൽ പോലും ചാഞ്ചാട്ടമില്ലാത്ത പാർട്ടിയാണ് CPM. അതുകൊണ്ട് CPIM-ന് നേരെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ അതാരും വിശ്വസിക്കാൻ പോകുന്നില്ല, അത് വസ്തുതയല്ല. കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ് ഫാസിസ്റ്റ് ഗവൺമെൻറ്റായി എന്ന് ഒരു ഘട്ടത്തിലും CPM പറഞ്ഞിട്ടില്ല. ഫാസിസത്തെ സംബന്ധിച്ച് വളരെ വ്യക്തതയുള്ള ഒരു നിലപാടാണ് ഈ മോഡി ഗവൺമെൻറ്റിനെ കുറിച്ച് നമുക്കുള്ളത്. അതിന് ഫാസിസ്റ്റ് സ്വഭാവം, നിയോ ഫാസിസ്റ്റ് സ്വഭാവമുണ്ട്. അതിലൊന്നും ആരും അതിനെ സംരക്ഷിക്കില്ല. ആ ഗവൺമെൻറ്റിൻ്റെ ശരിയായ രാഷ്ട്രീയ ഉള്ളടക്കത്തെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ അഭിപ്രായം പറയല്ലേ നമ്മൾ ചെയ്യുന്നത്. അതായത് ഫാസിസം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥ വിശകലനത്തിൽ രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് രൂപപ്പെട്ടതാണ്. അത് ജർമ്മനിയിൽ, ഇറ്റലിയിൽ, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അന്നത്തെ മുതലാളിത്തവും അന്നത്തെ മൂലധന ശക്തികളും ഭരണകൂടവും ഒരുമിപ്പിച്ചുകൊണ്ട് നടത്തിയ അത്യന്തഹീനമായ ജനാധിപത്യ വിധ്വംസക പ്രവർത്തനങ്ങൾ, വംശീയ വിദ്വേഷങ്ങൾ, യുദ്ധത്തിലേക്ക് തന്നെ നയിച്ച ഘടകങ്ങൾ, ഇതെല്ലാം അടങ്ങുന്ന ഒന്നാണ് ഫാസിസം. അത് അന്നത്തെ കാലത്തേതാണ്. ആ കാലമല്ലല്ലോ ഇപ്പോൾ കാലം മാറി. അന്നത്തെ മുതലാളിത്തമല്ല ഇപ്പോഴത്തെ മുതലാളിത്തം. അപ്പോൾ ഇപ്പോഴത്തെ മുതലാളിത്തമായ ആഗോളവൽക്കരണ കാലത്തെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള പ്രവർത്തനങ്ങളെയാണ് നിയോ ഫാസിസം എന്ന വാക്കിലൂടെ നമ്മൾ പറയുന്നത്. അപ്പോൾ നിയോ ഫാസിസത്തിൻ്റെ കാലത്ത് മോഡി ഫാസിസ്റ്റാന്ന് പറയല്ലോ പറ്റുക. അപ്പോൾ നമ്മളെന്താ പറയുക, നിയോ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെൻറ്റാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. ശരിയായ വിശകലനം അതാണ് CPM നടത്തിയിരിക്കുന്നത്. അത് നരേന്ദ്രമോദിയെ ഫാസിസ്റ്റ് അല്ല എന്ന് പറഞ്ഞുകൊണ്ട് എക്സോണറേറ്റ് ചെയ്യില്ല, ഒഴിവാക്കുകയല്ല. ഇന്നത്തെ നവവലതുപക്ഷത്തിൻ്റെ പുതിയ വലതുപക്ഷ ഭരണകൂടങ്ങളുടെ എല്ലാം രൂപപ്പെടലിലൂടെ വന്നിട്ടുള്ള ആഗോളവൽക്കരണത്തിൻ്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് ഇന്ത്യയിലുള്ളത്. യാഥാർത്ഥ്യമായ സത്യസന്ധമായ ശരിയായ ശാസ്ത്രീയമായ ഒരു വിശകലനമാണ് CPM നടത്തിയത്. നിങ്ങൾ മനസ്സിലാക്കണം വെച്ചാൽ ഇപ്പോൾ CPI ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ആ അഭിപ്രായത്തോട് മറ്റൊരു രൂപത്തിൽ ഞാൻ പ്രതികരിക്കില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ ഓരോ പാർട്ടിയും സ്വതന്ത്രമായി എടുക്കുന്ന നിലപാടുകളാണ്. CPIയുടെ നിലപാടുണ്ടാവും, അത് അവരുടെ സ്വതന്ത്രമായ നിലപാടാണ്. അത് പല സന്ദർഭങ്ങളിലും CPM-ൻ്റെ അല്ലാത്ത നിലപാട് CPIക്ക് ഉണ്ടായിട്ടുണ്ട്. ആ സന്ദർഭങ്ങളെ ഞാനിപ്പോൾ ഓർമ്മിപ്പിക്കുന്നതും നല്ലതല്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയില്ല. നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടേമായിരുന്നു ഫാസിസം എന്നുള്ളത്. ഇത് നമ്മളൊരു വിശദമായ ഒരു പുനരാലോചനയ്ക്ക് ശേഷം അങ്ങനെ ഒരു നിലപാടുകൾ മാറ്റിയാണ് ചെയ്തിരിക്കുന്നത്. അല്ലല്ലേ വാക്ക് പ്രയോഗിക്കുമ്പോൾ ആൾക്കാർ നിയോ ഫാസിസ്റ്റ് ക്യാരക്ടർ എന്നുള്ള ഇംഗ്ലീഷിൻ്റെ ശരിയായ മലയാളം, അതായത് പുതിയ ഫാസിസ്റ്റ് സ്വഭാവം എന്നൊക്കെ പ്രസംഗത്തിൻ്റെ മലയാളത്തിൽ പറയുമ്പോൾ അതിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടി നമ്മൾ ആൾക്കാർ ചിലരെന്ത് പറയും, ഫാസിസ്റ്റ് RSS BJP അത് പറയും. സാധാരണ നമ്മൾ പ്രയോഗിച്ചു വരുന്നത്. കാരണം ഫാസിസത്തെ ന്യായീകരിക്കുന്ന രാഷ്ട്രീയമുള്ളവരാണ് ഇവർ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. BJPക്ക് ഫാസിസത്തെ ന്യായീകരിക്കുന്നവരാണ് BJP. ഫാസിസത്തിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടതാണ് RSS. അതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അവിടെ പ്രസംഗങ്ങളിലും വാക്കുകളിലും ഒക്കെ ചിലപ്പോൾ അങ്ങനെ വരും. ഇത് ഒരു രേഖ തയ്യാറാക്കുമ്പോൾ അത് സൂക്ഷ്മാംശങ്ങളിൽ തന്നെ ശരിയായിരിക്കണം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ രേഖയാണ്. ആ രേഖയിൽ ഇന്ത്യൻ ഭരണകൂടത്തിലെ ഇന്നത്തെ വലതുപക്ഷ ശക്തികളുടെ പ്രവർത്തന ശൈലിയെ സംബന്ധിച്ച് പറയുമ്പോൾ അതിനെ കൃത്യമായ ഒരു രാഷ്ട്രീയ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പറയേണ്ടതുണ്ട്. അത്
കൂടുതൽ വിശദീകരിക്കത്തക്ക രൂപത്തിൽ ആളുകളോട് സംസാരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള വിശദീകരണങ്ങളും അത് സംബന്ധിച്ച് പാർട്ടി നൽകിയിട്ടുണ്ട്. കേവലമായ ഒരു വാചകത്തിൽ ഒതുക്കുകയല്ല പാർട്ടി ചെയ്തത്. ഇത്തരം ഒരു നിഗമനത്തിലേക്ക് എത്തുന്നത് സംബന്ധിച്ചുള്ള ശരിയായ വിശകലനം സംബന്ധിച്ചുള്ള വിശദീകരണവും പാർട്ടി സമൂഹത്തിന് മുന്നിൽ നൽകിയിട്ടുണ്ട്.